ഈ വളരെ പവിത്രമായ, വളരെ സന്തോഷകരമായ ഈ ദിവസത്തിൽ ഈ വാഹനം ഇവിടെ നൽകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ചലിക്കാൻ മാത്രമുള്ള സ്വപ്നങ്ങൾക്കല്ല യൂസുഫ് അലി സാറ് നിറം പകരുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത സ്വപ്നങ്ങൾക്ക് കൂടിയാണ് എന്നതാണ് ഒരു സത്യം. 1000 പുണ്യങ്ങൾ, ഒരുപാട് നന്മകൾ പൂത്തുലയുന്ന ഒരു മാസത്തിൻ്റെ പരിസമാപ്തിയിൽ ഈ നന്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിൽ, തൊഴിലിടങ്ങളിൽ വലിയൊരു നന്മയുടെ വടുവൃക്ഷമായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വണ്ടി ഉപയോഗിച്ച് ഉപജീവനമൊക്കെ നടക്കട്ടെ, സാറിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഈ വണ്ടി തന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. സാറ്, ഞാൻ ലോട്ടറി കച്ചവടം ചെയ്തിരിക്കുക, എനിക്ക് ഈ വണ്ടി കിട്ടിയാൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാവാൻ പറ്റും, എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വണ്ടി തന്നതിൽ ഒരുപാട് സന്തോഷം. യൂസഫ് സാറിനും കുടുംബത്തിനും എൻ്റെ ഒരുപാട് നന്ദികൾ രേഖപ്പെടുത്തുന്നു. പുണ്യ റമദാൻ ദിനത്തിൽ കാരുണ്യത്തിന്റെ കരങ്ങളുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. മുട്ടിന് തേയ്മാനം മൂലം ജീവിത വരുമാനം നിലച്ച ലോട്ടറി കച്ചവടക്കാരനായ കരുനാഗപ്പള്ളി തഴവ സ്വദേശി ചന്ദ്രശേഖര പിള്ളയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വേണമെന്ന ആഗ്രഹം ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി യാഥാർത്ഥ്യമാക്കി. മുട്ടിന് തേയ്മാനം വന്നതോടെ പ്രവാസിയായിരുന്ന ചന്ദ്രശേഖര പിള്ള നാട്ടിലെത്തി ലോട്ടറി കച്ചവടം നടത്തിയാണ് ഉപജീവനം കണ്ടെത്തിയത്. വയ്യാത്ത കാലുമായി നടക്കാനോ ഇരിക്കാനോ പറ്റാതെ വന്നതോടെ ഉപജീവനം നിലച്ചു. കഴിഞ്ഞ ഡിസംബറിൽ MA യൂസഫ് അലിക്ക് എത്തിയ അഭ്യർത്ഥന ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അദ്ദേഹം ഉടനടി പരിഹാരം കണ്ടെത്തിയത്. MA യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ ജോയി ഷഡാനന്ദൻ, NB സ്വരാജ് എന്നിവർ ചേർന്ന് പുതിയ മുച്ചക്ര ഇലക്ട്രിക് സ്കൂട്ടർ കൈമാറി. ഇനി പരസഹായമില്ലാതെ നടക്കാൻ പോലും സാധിക്കാത്തതിനാൽ ഏറെ നാളായി ലോട്ടറി കച്ചവടം നിലച്ചിരുന്ന ചന്ദ്രശേഖര പിള്ളയ്ക്ക് ധൈര്യമായി മുന്നോട്ടു പോകാം. ഇലക്ട്രിക് സ്കൂട്ടർ ലഭിച്ചതോടെ തഴവയിലും സമീപ പ്രദേശത്തുമെത്തി ലോട്ടറി കച്ചവടം നടത്താം. MA യൂസഫ് അലി സാർ നൽകിയ സ്നേഹത്തിനും ചേർത്തുപിടിക്കാൻ കാണിച്ച വലിയ മനസ്സിനും എന്നും കടപ്പെട്ടിരിക്കുമെന്ന് ചന്ദ്രശേഖര പിള്ള പ്രതികരിച്ചു. അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു വാഹനം, അല്ലെങ്കിൽ ചന്ദ്രേട്ടന് നിരന്തരം ഇങ്ങനെ മാർക്കറ്റിൽ പോയി ഉപജീവനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി കാലതാമസം വന്നത്. പക്ഷെ അത് ചന്ദ്രേട്ടന് ഒരുപാട് ഉപകാരം ഉണ്ടാവട്ടെ. എല്ലാം ഭംഗിയായി വണ്ടി ഉപയോഗിച്ച് ഉപജീവനമൊക്കെ നടക്കട്ടെ, സാറിന് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. തീർച്ചയായും ഈ വണ്ടി തന്ന യൂസഫ് അലി സാറിനും കുടുംബത്തിനും എന്നും എൻ്റെ പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് എനിക്ക് വണ്ടി കിട്ടാൻ കാരണം എൻ്റെ MLA ആയ മഹേഷ് സാർ, CR മഹേഷ് സാറാണ് ഇതിന് ഞാൻ വണ്ടിക്ക് പറഞ്ഞത്. അത് അനിൽ മുഹമ്മദ് സാറ് മുഖാന്തരമാണ് യൂസഫ് അലി സാറിനെ ബന്ധപ്പെടേണ്ടി വന്നത്. ആ സാർ അങ്ങനെയാണ് എനിക്ക് വണ്ടി കിട്ടിയത്. കാരണം ഒരു 10 ടിക്കറ്റിനുള്ള കൂടുതൽ എടുത്തുകൊണ്ട് പോയി എനിക്ക് വണ്ടിയെ കൊണ്ടുനടന്ന് വിൽക്കാൻ പറ്റും. അതാണ് എൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം. സാറിനെ നേരിൽ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സാറ്, ഞാൻ ലോട്ടറി കച്ചവടം ചെയ്തിരിക്കുക, എനിക്ക് ഈ വണ്ടി കിട്ടിയാൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാവാൻ പറ്റും, എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു വർഷം ഇവിടെ കട്ടിലെ കിടപ്പായിരുന്നു. ഒരു വർഷം ചില്ലാൻ നടക്കത്തില്ലായിരുന്നു. എടുത്ത് ബാത്റൂമിൽ കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് പോകണം. നടന്ന് സെയിൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു 10-20 ടിക്കറ്റ് കൂടെ അധികപ്പറ്റ് എടുത്ത് ചെയ്യാൻ പറ്റും. ഞാൻ താമസിക്കുന്നുണ്ട് അപ്പുറത്ത്. ശരി, ഷെഡ്. 14 വർഷം പ്രവാസിയായിരുന്നു ചന്ദ്രശേഖര പിള്ള. മസ്കറ്റിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജോലിക്കിടയിലാണ് കാലിന്റെ അസ്ഥികൾക്ക് തേയ്മാനം ബാധിക്കുന്ന രോഗം സംഭവിക്കുന്നത്. ഇതോടെ 2016 നാട്ടിലെത്തിയ ശേഷം ലോട്ടറി കച്ചവടം ആരംഭിച്ചു. കുടുംബം ഉപേക്ഷിച്ചു പോയതിനു ശേഷം സഹോദരി പുത്രന്റെ തണലിലാണ് ഏറെ നാളായി കഴിയുന്നത്. സഹോദരിയുടെ വീടിനോട് ചേർന്ന് ഒരു മുറി ഷെഡിലാണ് താമസം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, പത്മാവതി ആശുപത്രി തുടങ്ങിയ ഇടങ്ങളിലായി നാളുകളായി ചികിത്സയിൽ തുടരുകയായിരുന്നു. ലോട്ടറി കച്ചവടത്തിലൂടെ ദിവസവും 400 രൂപ വരെ സമ്പാദിക്കുമായിരുന്നുവെങ്കിലും രോഗം മൂർച്ഛിച്ചതോടെ കച്ചവടം മുടങ്ങി. ഇതോടെ സാമൂഹ്യ പ്രവർത്തകരുടെ കൂടി സഹായത്തോടെയും മാധ്യമ പ്രവർത്തകനായ അനിൽ മുഹമ്മദിന്റെ കൂടി ഇടപെടലിലൂടെയുമാണ് വിഷയം MA യൂസഫ് അലിയുടെ അരികിലെത്തിയതും വലിയ ആശ്വാസം ലഭിച്ചതും. യൂസഫ് സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഈ ബൈക്ക് ഇദ്ദേഹത്തിന് കിട്ടാൻ കാരണഭൂതനായിട്ടുള്ളത് പ്രമുഖ പത്രപ്രവർത്തകൻ ശ്രീ അനിൽ മുഹമ്മദ് അവർ വഴിയാണ് യൂസഫ് സാറിന്റെ ശ്രദ്ധയിൽ ഈ വാർത്ത വരുന്നത്. അന്ന് തന്നെ നമ്മൾ അന്വേഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ ദുരിതപൂർണമായ ജീവിതം നമ്മൾ കണ്ടറിഞ്ഞു. അത് അപ്പം തന്നെ യൂസഫ് ഭായിയെ അറിയിച്ചു. അത്രയും പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് ഈ ഒരു ബൈക്ക്, ഇദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായ ലോട്ടറി വിൽപ്പന നടത്താൻ
ബൈക്ക് വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ മുച്ചക്ര ഇലക്ട്രിക്കൽ വണ്ടി അദ്ദേഹത്തിന് മേടിച്ചു കൊടുക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ അതൊരു വലിയ പിന്തുണയാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു.